ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ, തലക്കെട്ടുകൾ. കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. മരം വീണും മണ്ണിടിഞ്ഞും പലയിടത്തും അപകടം. പുഴകളിൽ മലവെള്ളപ്പാച്ചിൽ. പാലക്കാട് മംഗലം ഡാമിൽ ഉരുൾപൊട്ടിയെന്ന് സംശയം. കൊല്ലത്ത് മഴക്കുഴിയിൽ വീണ് 2.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 3 ദിവസം കൂടി മഴ തുടരും. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകളിലും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൂരാച്ചുണ്ട്, കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്തുകളിലും അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, വയനാട്, പാലക്കാട് ജില്ലകളിൽ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും അഭിമുഖത്തിനും മാറ്റമില്ല. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. അടിയൊഴുക്ക് പരിശോധിക്കാനെത്തിയ നേവി സംഘം പുഴയിൽ ഇറങ്ങാതെ മടങ്ങി. ദൗത്യം തുടരണമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ 24നോട്. തൃശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം ദൗത്യമേഖലയിലേക്ക്. തെരച്ചിൽ പൂർണ്ണമായി ഉപേക്ഷിച്ച നിലയിലെന്ന് അർജുന്റെ കുടുംബം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം. 12-ൽ 9 സീറ്റുകളും CPIM-ന്. ചരിത്രത്തിലാദ്യമായി 2 BJP സ്ഥാനാർത്ഥികൾക്ക് ജയം. കോൺഗ്രസ് 1 സീറ്റിൽ ഒതുങ്ങി. വോട്ടെണ്ണൽ നടന്നത് നാടകീയ സംഭവങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവിനും പിന്നാലെ. ലോക്സഭയിൽ കേന്ദ്ര ബജറ്റിനെതിരെ തുറന്നടിച്ച് രാഹുൽ ഗാന്ധി. ധനമന്ത്രിയുടെ ബജറ്റ് അംബാനിയും അദാനിയും നിയന്ത്രിക്കുന്ന ചക്രവ്യൂഹത്തിന് വേണ്ടിയെന്ന് വിമർശനം. അഗ്നിവീറുകളുടെ പെൻഷനായി പണം മാറ്റിവെച്ചില്ല. സഭയിൽ കള്ളം പറയരുതെന്ന് രാഹുലിനോട് സ്പീക്കർ. പ്രസംഗത്തിനിടെ ഭരണപ്രതിപക്ഷ വാക്പോര്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ സമവായം. ചിന്തൻ ശിബിറിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഏകോപന ചുമതലയിൽ തുടരാൻ പ്രതിപക്ഷ നേതാവിന് ഹൈക്കമാൻഡ് നിർദ്ദേശം. വീണ്ടും ക്യാമ്പുകളിൽ സജീവമാകാൻ പ്രതിപക്ഷ നേതാവ്. നാളെ മലപ്പുറത്ത് നടക്കുന്ന ക്യാമ്പിൽ VD സതീശൻ പങ്കെടുക്കും. കോഴിക്കോട് 4 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലിരുന്ന കുട്ടിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് ജർമ്മനിയിൽ നിന്ന് എത്തിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാച്ച് മരുന്നുകൾ എത്തുമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. ഇന്ന് മാത്രം ചികിത്സ തേടിയത് 12,103 പേർ. ഏറ്റവും കൂടുതൽ പനി ബാധിതർ മലപ്പുറത്ത്. ഡൽഹിയിലെ റാവു IAS സ്റ്റഡി സർക്കിൾ ദുരന്തത്തിൽ 1 വിദ്യാർത്ഥി കൂടി മരിച്ചെന്ന് സൂചന. വിവരം പോലീസ് മറച്ചുവെച്ചെന്ന ആരോപണം. നെവിൻ ഡാൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ്. ആം ആദ്മി പാർട്ടിക്കെതിരെ BJP. ദുരന്ത സ്ഥലത്തിന് സമീപത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി ഡൽഹി കോർപ്പറേഷൻ. പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിൽ മനു ഭാക്കർ, സരബ്ജോത് സഖ്യത്തിന് വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത. ബാഡ്മിന്റൺ ഡബിൾസിൽ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയായി സാത്വിക് ചിരാഗ് സഖ്യം. കൊല്ലത്ത് ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കൊട്ടിയം പറക്കുളം സ്വദേശി അല്ലമീൻ. KSEB ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA അനുവദിച്ച് KSEB ഉത്തരവിറക്കി. 2002 മുതലുള്ള DA കുടിശ്ശിക PF-ൽ ലയിപ്പിക്കും. പെൻഷൻകാർക്ക് കുടിശ്ശിക 10 തവണകളായും സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് പണമായും നൽകും. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3-ാം പ്രതിക്ക് ജാമ്യം. നിയമപഠനത്തിന് ബംഗളൂരുവിൽ പോകണമെന്ന അനുപമയുടെ ആവശ്യം അംഗീകരിച്ചു. ജാമ്യം അനുവദിക്കുന്നത് അനുപമയുടെ പ്രായം പരിഗണിച്ചെന്ന് ഹൈക്കോടതി. പ്രതിക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തെളിവുകൾ നിലനിൽക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. CMRL-ന് അനുകൂലമായി സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും യോഗം വിളിച്ചുകൂടെയെന്നും സർക്കാർ കോടതിയിൽ. കേസ് ബുധനാഴ്ച പരിഗണിക്കും. ബാറുകളിൽ നിന്ന് നികുതി പിരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ബാർ ഹോട്ടലുകളുടെ നികുതി കുടിശ്ശികയുടെ മുന്നിൽ സർക്കാർ മുട്ടിടിച്ചു നിൽക്കുന്നു. ബാർ മുതലാളിമാരുടെ കുഞ്ഞാണ് പിണറായി വിജയനെന്നും K സുധാകരൻ. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ സ്ഫോടനം. 4 പേർ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. സ്ഫോടനം ട്രക്കിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടെ. കണ്ണൂർ തളിപ്പറമ്പിൽ സീനിയർ CPO പ്രിൻസിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിനാണ് നടപടി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ CBI കുറ്റപത്രം. ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ഡൽഹി മുഖ്യമന്ത്രിക്ക് പങ്കെന്ന് പരാമർശം.
കുറ്റപത്രം നൽകിയത് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കർശന നിയന്ത്രണവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചെയർപേഴ്സന്റെ അനുമതിയില്ലാതെ നടപടിയെടുക്കരുതെന്ന് സർക്കുലർ. അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുന്നതിനും വിലക്ക്. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമിതികൾ കൃത്യസമയത്ത് രൂപീകരിക്കണം. പകർച്ചവ്യാധികൾ തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി. കേരള തീരത്ത് LPG കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ശ്രീലങ്കൻ സ്വദേശി ദുഷൻ മധുശങ്ക. അപകടമുണ്ടായ കപ്പലിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബംഗളൂരുവിൽ മലയാളി ലോറി ഡ്രൈവറെ കുത്തിക്കൊന്നു. മരിച്ചത് നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി ഏലിയാസ്. സംഭവത്തിന് പിന്നിൽ റോഡ് കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുന്ന സംഘമെന്ന് സൂചന. അക്രമിക്കായി പോലീസിന്റെ തെരച്ചിൽ. മലപ്പുറം ഇടവണ്ണയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു. കത്തിനശിച്ചത് അരംതൊടി സ്വദേശി അഷറഫിന്റെ വാഹനങ്ങൾക്ക് തീയിട്ടതാണോ എന്ന് സംശയം. കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി തട്ടിയ ജീവനക്കാരി ധന്യാമോഹന്റെ ഭർത്താവ് വസന്തിനായി പോലീസിന്റെ അന്വേഷണം. ധന്യാമോഹൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് കണ്ടെത്തൽ. തീരപരിധി വിജ്ഞാപനം പുറത്തിറക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ എറണാകുളം എടവനക്കാട് റോഡ് ഉപരോധിച്ച് പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് ആവിക്കലിലെയും കോതിയിലെയും മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറി. 2 പ്ലാന്റുകളും ഒന്നായി വെസ്റ്റ് ഹില്ലിൽ സ്ഥാപിക്കും. പദ്ധതിക്കെതിരെ 2ഇടത്തും ജനകീയ പ്രതിഷേധം ഉയർന്നിരുന്നു. പാലക്കാട് കോട്ടായി പല്ലുകാവിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചിന്ന, മകൻ ഗുരുവായൂരപ്പൻ എന്നിവരാണ് മരിച്ചത്. അമ്മ മരിച്ച വിഷമത്തിൽ മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് സംശയം. കോട്ടയം തലയോലപ്പറമ്പിലെ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഡ്രൈവർക്കെതിരെ കർശന നടപടിയെടുത്തേക്കും. കോഴിക്കോട് തോണി മറിഞ്ഞ അപകടം. കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞത് ശക്തമായ കാറ്റിൽ. തോണിയിലുണ്ടായിരുന്നവരെ കരയ്ക്കെത്തിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചാണ് മത്സ്യബന്ധനത്തിന് പോയതെന്ന് ഫിഷറീസ് വകുപ്പ്. ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ പുലിയിറങ്ങി. 2 ആടുകളെ ആക്രമിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനാണ് ചെരിഞ്ഞത്. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലാണ് സംഭവം. റീൽസിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച് മണൽ മാഫിയ സംഘം. സ്റ്റേഷനു മുന്നിലൂടെ മണൽ കടത്തുന്ന റീൽസ് പുറത്തുവിട്ടു. പ്രതികളെ പിടികൂടി. റീൽസിലൂടെ തന്നെ കേരള പോലീസിന് മറുപടി. പിടിയിലായത് ബിരുദ വിദ്യാർത്ഥി ഉൾപ്പെടെ 7 പേർ. നോക്കാമിന് കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കക്കാട് പുരസ്കാരം പരക്കാട് തങ്കപ്പന്മാരാർക്കും മേളാചാര്യ പുരസ്കാരം വെള്ളിത്തുരുത്തി ഉണ്ണിനായർക്കും സമ്മാനിച്ചു. പൊന്നാടയും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം. എറണാകുളം കിഴക്കമ്പലം കുമ്മനോട് വാഹനാപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് കനാലിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. കൈതക്കാട് സ്വദേശി സന്തോഷാണ് മരിച്ചത്. എറണാകുളം മാടവന കുമ്പളം പാലത്തിൽ കാർ മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കുത്തിയത്തോട് കോടന്തുരുത്ത് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. മലപ്പുറം ചുങ്കത്തറ കാട്ടിച്ചിറയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികൾ പിടിയിൽ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം താനൂരിൽ 14-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. താനൂർ സ്വദേശികളായ നവാസ്, സഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. സ്കൂൾ വിട്ടുവരികയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലഹരി നൽകിയാണ് പീഡിപ്പിച്ചത്. 9 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 43 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ. കടക്കൽ സ്വദേശി വിഷ്ണുവിനെയാണ് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ത്രിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് തുടക്കം. കേന്ദ്ര സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ബോർഡിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും സഹകരണത്തോടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്.
കൊല്ലം അഞ്ചലിൽ നടുറോഡിൽ വളർന്ന കഞ്ചാവ് ചെടി നശിപ്പിച്ച എക്സൈസ് സംഘം 134 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ എക്സൈസ് അന്വേഷണം തുടങ്ങി. കൊല്ലം കുളത്തൂപ്പുഴയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചത് കല്ലുവെട്ടാംകുഴി സ്വദേശി ഷംസുദ്ദീൻ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ തെരുവ് നായ ആക്രമിച്ചു. പരിക്കേറ്റ യുവാവ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കാക്കനാട് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് തൃക്കാക്കര സ്വദേശി മനേഷിനെ. ഇരിങ്ങാലക്കുടയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിടിയിലായത്. കൊല്ലം ചിതറ അരിപ്പയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 10 പവന്റെ ആഭരണങ്ങൾ കവർന്നു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് ഡോണറെ തേടുന്നു. കോട്ടയം ഉദയനാപുരം സ്വദേശി ശ്രീകാന്ത് സുരേഷാണ് ഡോണറെ തേടുന്നത്. എ പോസിറ്റീവോ എ നെഗറ്റീവോ ഒ പോസിറ്റീവോ ആയ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഡോണറാകാം. കൂടുതൽ വിവരങ്ങൾക്കായി 81 38 83 03 87 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ. തൃശൂർ ലക്കിടി സ്റ്റേഷനുകൾക്കിടയിലെ 164 നമ്പർ ലക്കിടി റെയിൽവേ ഗേറ്റ് ഓഗസ്റ്റ് 3 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിടുക. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നാളെ മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കും. രാവിലെ 9:30 നടക്കുന്ന ജോബ് ഫെയറിൽ SSLC +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ദേശീയ വാർത്തകൾ. നവി മുംബൈയിലെ ജ്വല്ലറിയിൽ തോക്കു ചൂണ്ടി മോഷണം. 11 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്നു. രക്ഷപ്പെടുന്നതിനിടെ അക്രമികൾ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഡൽഹിയിലെ INA മാർക്കറ്റിൽ തീപിടുത്തം. തീപിടിച്ചത് മാർക്കറ്റിലെ റെസ്റ്റോറന്റിൽ. 6 പേർക്ക് പരിക്ക്. മുംബൈയിൽ വിവാഹ തട്ടിപ്പ് നടത്തിയാൽ പിടിയിൽ. അറസ്റ്റിലായത് 25 സ്ത്രീകളെ വിവാഹം ചെയ്ത് പണവുമായി മുങ്ങിയ ഫിറോസ് ഷെയ്ഖ്. തട്ടിപ്പ് മാട്രിമോണിയൽ സൈറ്റ് വഴി വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച്. ഉത്തർപ്രദേശിൽ മാലിന്യക്കുഴിയിൽ വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. സംഭവം ഗുരിബാലാത്തോല ഗ്രാമത്തിൽ. കുട്ടി അപകടത്തിൽപ്പെട്ടത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ. GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി സോമേഷ് കുമാർ അടക്കം 4 പേർക്കെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ്. വാണിജ്യ നികുതി വകുപ്പിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതി പട്ടികയിൽ. 1000 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. വിദേശ വനിതയെ വനത്തിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് സംഭവം. അമേരിക്കൻ പാസ്പോർട്ടും തമിഴ്നാട് അഡ്രസ്സുമുള്ള ആധാർ കാർഡ് കണ്ടെത്തി. ചെന്നൈയിൽ വൻ ലഹരി വേട്ട. 70 കോടിയോളം രൂപ വില വരുന്ന മെത്താഫെറ്റമിനുമായി 3 പേർ പിടിയിൽ. ഉത്തർപ്രദേശ് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രളയം, വൈദ്യുതി, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. പുതിയ മണിപ്പൂർ ഗവർണർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. രാജ്യാന്തര വാർത്തകൾ. വെനസ്വേലൻ പ്രസിഡന്റ് പദവിയിൽ നിക്കോളാസ് മദുറോയ്ക്ക് 3ാം ഊഴം. തെരഞ്ഞെടുപ്പ് വിജയം 51% വോട്ട് നേടി. ഫലപ്രഖ്യാപനത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ച അമേരിക്കയും ചിലിയും. ജർമ്മനിയിലേക്ക് മിസൈലുകൾ വിന്യസിക്കുന്നതിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ആണവായുധങ്ങളുടെ ഉൽപ്പാദനം പുനരാരംഭിക്കും. ശീതയുദ്ധ മാതൃകയിലുള്ള പ്രതിസന്ധി US-നുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ US പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കടുത്ത വാക്പോര്. സർവേകളിൽ കമലാ ഹാരിസിന് നേരിയ ലീഡ്. സ്ത്രീ വോട്ടർമാർ കമലയ്ക്ക് വേണ്ടി രംഗത്ത്. ദക്ഷിണ ചൈന കടൽ കരാർ ചൈന തെറ്റിച്ചെന്ന് ഫിലിപ്പൈൻസ്. കടലിൽ ഫിലിപ്പീനിയൻ സൈനികരടങ്ങുന്ന കപ്പൽ പിടിച്ചുവെച്ച് ചൈന. കപ്പൽ വിട്ടയച്ചത് ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലെന്ന് ഫിലിപ്പീനിയൻ വിദേശകാര്യ മന്ത്രാലയം. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നു. ഏക്കർ കണക്കിന് ഭൂമി കത്തി നശിച്ചു. പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളെ ഒഴിപ്പിച്ചു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഗോത്രവിഭാഗങ്ങളുടെ സംഘർഷത്തിൽ മരണം 36ആയി. 162 പേർക്ക് പരിക്ക്. സുന്നി മുസ്ലിം മഗായി ഷിയ മാലി ഖേൽ ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് കഴിഞ്ഞ ബുധനാഴ്ച. തർക്കം കൃഷിഭൂമിയെ ചൊല്ലി. ചൈനയിൽ മഴക്കെടുതി രൂക്ഷം. ഹുനാനിൽ അണക്കെട്ട് തകർന്നു. 3800-ലധികം പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. US-ൽ വീണ്ടും വെടിവെപ്പ്. ഒരാൾ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. അന്വേഷണം ആരംഭിച്ച് പോലീസ്.
എത്യോപ്യയിൽ ബോട്ട് അപകടത്തിൽ 19 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. 26 പേരടങ്ങുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ലിബിയയിൽ അണക്കെട്ടുകൾ തകർന്ന സംഭവത്തിൽ 12 പേർ അറസ്റ്റിൽ. 27 വർഷം വരെ തടവ് ലഭിക്കും. കേസിൽ 4 ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ടു. റോക്കറ്റ് ആക്രമണത്തിൽ 12 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയേക്കും. തിരിച്ചടിക്കുവാനുള്ള ഇസ്രയേൽ നീക്കത്തെ പിന്തുണച്ച് അമേരിക്ക. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യ സിമന്റ്സിന്റെ 32.72% ഓഹരി കൂടി വാങ്ങാൻ അൾട്രാടെക് സിമന്റ്സ്. ഓഹരി ഒന്നിന് 390 രൂപ പ്രകാരം 3954 കോടി രൂപയുടെ ഇടപാടിനാണ് ധാരണയായത്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വിപുലീകരിക്കാൻ ഒരുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. പശ്ചിമേഷ്യയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും കൂടുതൽ സർവീസ് തുടങ്ങിയേക്കും. ഒല ഇലക്ട്രിക് IPOയിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപത്തിനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. US ആസ്ഥാനമായ ഫെഡിലിറ്റി, ജപ്പാനിലെ നമൂറ, നോർവേയുടെ നോജസ് ബാങ്ക് എന്നിവ പട്ടികയിൽ. 5500 കോടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒല IPO ഓഗസ്റ്റ് 2 മുതൽ. കായിക വാർത്തകൾ. മോഹൻ ബഗാന്റെ പുതിയ താരം ജാമി മെക്ലാരന് കൊൽക്കത്ത വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണം. റെക്കോർഡ് പ്രതിഫലത്തിലാണ് ഓസ്ട്രേലിയൻ ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ മെക്ലാരനെ ടീമിലെത്തിച്ചത്. ഡ്യൂറൻ കപ്പിനായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലെത്തി. 1-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിനിടെ അന്ത്യ അത്താഴത്തെ വികലമാക്കുന്ന തരത്തിലുള്ള പരിപാടി അവതരിപ്പിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും പരിപാടിയിലില്ലെന്നും ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും IOC. ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിഗായിനി സൂപ്പർ ലീഗ് കേരള ടീം മലപ്പുറം FC-ക്കായി പന്തുതട്ടും. സന്തോഷ് ട്രോഫി മുൻ താരങ്ങളായ വി മിഥുനെയും ഫസലുർ റഹ്മാനെയും മലപ്പുറം FC സ്വന്തമാക്കി. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കുട്ടന്റെ ഷിനിഗാമിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ദിലീപ്, ജോജു ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ, അർജുൻ അശോകൻ, നാദിർ ഷാ തുടങ്ങിയവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽസിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന 5ാമത്തെ ചിത്രമാണ് ഇത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷന്മാരുടെ റിലേ ടീം ഫൈനലിൽ കടന്നു എന്ന വാർത്ത തെറ്റാണ്. 2023 ലോക അത്ലറ്റിക് മീറ്റിൽ നിന്നുള്ള വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ രാവിലെ 8-ന് തുറക്കും. സെക്കൻഡിൽ 8.5 ക്യൂബിക് മീറ്റർ ജലമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിക്കളയുക. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 169 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ ജലവിതരണം മുടങ്ങും. കല്ലായി, പന്നിയങ്കര, കോയവിളപ്പ്, മീഞ്ചന്ത, മാവൂർ റോഡ്, ചാലിപ്പുറം ഭാഗങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പാലക്കാട് അഗളി GVHSS-ൽ സുവോളജി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. കോഴിക്കോട് എലത്തൂർ റെയിൽവേ ഗേറ്റ് ഈ മാസം 31 മുതൽ 2 ആഴ്ചത്തേക്ക് അടച്ചിടും. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ടാണ് അടച്ചിടുക. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ കത്തിയാക്രമണം, 8 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കവുമായി താലിബാൻ സർക്കാർ. കാബൂളിലെ ബാബർ ഗാർഡനാണ് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമം. റഷ്യയിൽ ട്രെയിൻ അപകടം. പാസഞ്ചർ ട്രെയിൻ ട്രക്കുമായി കൂട്ടിയിടിച്ച് 8 ബോഗികൾ പാളം തെറ്റി, 2 മരണം, 100ഓളം പേർക്ക് പരുക്ക്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.